Good morning, dear students. Today we are going to discuss The Trip of Leh Hola by Guy de Maupassant. So, before going on to the chapter, let me read the read and reflect part. How interesting does the earth look when viewed from a different angle, from far away, from out there? Let's read The Trip of Leh Hola, which chronicles Maupassant's ride in a hot air balloon called Leh Hola. ലേ ഹൊല്ല എന്ന പേരുള്ള ഒരു എയർ ബലൂണിൽ യാത്ര ചെയ്തിട്ട് ഭൂമിയെ ഒരു ഡിഫറെൻ്റ് ആംഗിളിൽ നിന്ന് കാണുകയാണ്. അതിലുള്ള യാത്രക്കാരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കാണാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. On the morning of July 8th, I received the following telegram. Fine day, always my predictions. Belgian frontier. Baggage and servants leave at noon at the social session. Beginning of manoeuvres at 3. So I'll wait for you at the works from 5 o'clock on. Jovis. അപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല അല്ലേ? ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞ് ഓരോ സെൻറ്റൻസുകൾ. പക്ഷേ മീനിങ് ഇസ് ക്ലിയർ. അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത്? ദിസ് ഇസ് എ ടെലഗ്രാം. നിങ്ങൾ കേട്ടിട്ടില്ലേ ടെലഗ്രാം എന്താണെന്ന്? അപ്പോൾ ടെലഗ്രാമിൽ കംപ്ലീറ്റ് സെൻറ്റൻസൊക്കെ എഴുതാൻ പോയാൽ വി ഹാവ് ടു പേ, പൈസ കൂടൂലേ? അതുകൊണ്ടാണ് ഇങ്ങനെ മീനിങ് അവിടെ കിട്ടണം, പക്ഷെ കംപ്ലീറ്റ് സെൻറ്റൻസിൽ പറയാനും വയ്യ. ഒരു ദിവസം ജൂലൈ 8 രാവിലെയാണ് ഞാൻ ഈ ടെലഗ്രാം, മൗപ്പസാന്താണ് ഇവിടെ സ്പീക്കറും, ഓദർ തന്നെയാണ് സ്പീക്കർ. അദ്ദേഹം പറയുന്നു ജൂലൈ 8 രാവിലെ എനിക്കൊരു ടെലഗ്രാം കിട്ടി. ടെലഗ്രാമിൽ എന്താണ്? ഫൈൻ ഡേ, ഓൾവേസ് മൈ പ്രഡിക്ഷൻസ്, ബെൽജിയൻ ഫ്രോണ്ടിയർ, ബാഗേജ് ആൻഡ് സർവൻസ് ലീവ് അറ്റ് നൂൺ അറ്റ് ദ സോഷ്യൽ സെഷൻ. അപ്പോൾ എന്താണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ലാതെ തന്നെ. ആദ്യം ഒന്ന് വിഷ് ചെയ്യുന്നു. അപ്പോൾ എന്താ പറയുന്നത്? നല്ലൊരു ദിവസമാണ്, ഇന്നാണ് നമുക്ക് യാത്ര തുടങ്ങാൻ പറ്റിയ ദിവസം. 3 മണി വരെ അവിടെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആളുകളുണ്ടാവും. ഞാൻ നിന്നെ 5 മണി മുതൽ നിന്നെ കാത്തു നിൽക്കും. അവിടെ എത്തുക, 5 മണിക്ക് എവിടെ എത്തുക, ജോവിസ്. ഇതാണ് ടെലഗ്രാമിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇവർ ലേ ഹൊല്ലയിൽ ട്രിപ്പ് പോകാനൊരുങ്ങുകയാണ് അല്ലേ? ലേ ഹൊല്ല എന്താണെന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു എയർ ബലൂണാണ്. എയർ ബലൂണിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറക്കാൻ പോവാണ് ഇവർ ഫോർ ദ ഫസ്റ്റ് ടൈം. അറ്റ് 5 o'clock ഷാർപ്പ് ഐ എൻറ്റേർഡ് ദ ഗ്യാസ് വർക്ക്സ് ഓഫ് ലാവില്ലറ്റ്. ലാവില്ലറ്റിലെ ഗ്യാസ് വർക്കുകളൊക്കെ നടക്കുന്ന സ്ഥലത്ത് 5 മണി ആയപ്പോഴേക്കും ഞാൻ എത്തി. ഞാനെന്ന് പറയുമ്പോൾ മൗപ്പസാന്റ് തന്നെ. ഗ്യാസ് വർക്ക് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ലേ ഹൊല്ല ഒരു എയർ ബലൂണാണ്. അപ്പോൾ അതിൽ ഗ്യാസൊക്കെ നിറക്കാനുണ്ട്. ആ പരിപാടികളൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ 5 മണി ആയപ്പോഴേക്കും എത്തി. ദ ബലൂൺ ഈസ് ലൈയിങ് ഇൻ ദ കോർട്ട്യാർഡ് ആൻഡ് ഹാസ് ദ അപ്പിയറൻസ് ഓഫ് എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത് ഫ്ലാറ്റ് ഓൺ ദ ഗ്രൗണ്ട് അണ്ടർ എ റോപ്പ്. ബലൂൺ അവിടെ ഇങ്ങനെ മുറ്റത്തുണ്ട്. അപ്പോൾ ബലൂൺ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്? എ കേക്ക് മെയ്ഡ് ഓഫ് യെല്ലോ ക്ലോത്ത്, മഞ്ഞ തുണി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു കേക്ക് പോലെ. ഒരു കയറിൻ്റെ താഴെയായിട്ട് ബലൂൺ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടക്കുകയാണ്. 200 or 300 people are looking at it, sitting or standing, and some are examining the basket. A nice little square basket for a human cargo, bearing on its side in gold letters on a mahogany plate the words Leh Hola. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു എയർ ബലൂണിൽ ആളുകൾ യാത്ര ചെയ്യാൻ പോകുന്നത്. ഒരു അത്ഭുത സംഭവമാണ്. അപ്പോൾ അത് കാണാൻ 200-300 ആളുകൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അവർ ചിലർ ഇരിക്കുന്നുണ്ട്, ചിലർ നിൽക്കുന്നുണ്ട്. എല്ലാവരും അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ദേ ആർ എക്സാമിനിങ് ദ ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റ് ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാസ്ക്കറ്റിൻ്റെ രൂപം എന്താണ്? ബാസ്ക്കറ്റ് എന്ന് വെച്ചാൽ ആളുകൾക്ക് കയറി നിൽക്കാനുള്ള ഒരു ഹ്യൂമൻ കാർഗോ, മനുഷ്യർക്ക് കയറി നിൽക്കാനുള്ളൊരു ബാസ്ക്കറ്റാണ്, വലിയൊരു ബാസ്ക്കറ്റാണ്. അതിൻ്റെ സൈഡിൽ മഹാഗണി പ്ലേറ്റിൽ എഴുതിയിട്ടുണ്ട് ലേ ഹൊല്ല, ദ നെയിം. Suddenly the people begin to stand back, for the gas is beginning to enter into the balloon through a long tube of yellow cloth, which lies on the soil, swelling and undulating like an enormous worm. പെട്ടെന്ന് ആളുകളൊക്കെ 4 ഭാഗത്തേക്കും മാറി നിൽക്കാൻ തുടങ്ങി. കാരണം ആ ബലൂണിലേക്ക്, നേരത്തെ തറയിൽ ഇങ്ങനെ ഫ്ലാറ്റായിട്ട് കിടന്നിരുന്ന ബലൂണിലേക്ക് പതുക്കെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബലൂൺ എന്താണ്? ഭയങ്കരമായിട്ട് ഇളകുകയാണ്. ഏതുപോലെ? ലൈക്ക് ആൻ എനോമസ് വേം, വലിയൊരു വേം പോലെ, വലിയൊരു
പുഴു പോലെ ആ ബലൂൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. But another thought, another picture occurs to every mind. It is thus that nature itself nourishes beings until their birth. The creature that will rise soon begins to move, and the attendants of Captain Jarvis, as Lehola grows larger, spread and put in place the net which covers it, so that the pressure will be regular and equally distributed at every point. അപ്പോൾ എന്താണ് അത്, നമ്മുടെ ലേഹുള്ളയിൽ പതുക്കെ പതുക്കെ ഗ്യാസ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് വലുതായി വന്നു. അദ്ദേഹം പറയുന്നത് പ്രകൃതിയിലും മനുഷ്യരുടെ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് നടക്കുന്നതെന്നാണ്. അതായത് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ ഒരു ട്യൂബിലൂടെയാണ് നമുക്ക് വേണ്ട ഫുഡൊക്കെ കിട്ടുന്നത്. അങ്ങനെയാണ് നമ്മൾ വളരുന്നത്. അതുപോലെ തന്നെ ഒരു ട്യൂബിലൂടെ ഗ്യാസ് കൊടുത്തപ്പോഴാണ് ഈ ബലൂണും വളർന്നു വലുതായിട്ടുള്ളത്. പിന്നീട് ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസൊക്കെ വന്നിട്ട് അതിൽ കയറാൻ പോവാണ്. അതിനു മുമ്പ് അവർ എന്ത് ചെയ്യുന്നുണ്ട്? ദ പുട്ട് ദ നെറ്റ് വിച്ച് കവേഴ്സ് ഇറ്റ്. അവർ അതിന് ചുറ്റും ഒരു നെറ്റ് കവർ ചെയ്തിട്ടിട്ടു. എന്തിനാണ് അങ്ങനെ നെറ്റ് വെച്ചിട്ടുള്ളത്? ടു ഡിസ്ട്രിബ്യൂട്ട് ദ പ്രഷർ ഈക്വലി അറ്റ് എവറി പോയിൻറ്റ്. ആ ബലൂണിൻ്റെ എല്ലാ പോയിൻറ്റിലും പ്രഷർ ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും അവരൊരു നെറ്റ് വെച്ചു. The crowd has begun to talk, and some men who appear to be specialists affirm with authority that we shall come down before reaching the fortifications. അപ്പോൾ എപ്പോഴും പുതിയൊരു സംരംഭം നമ്മൾ തുടങ്ങുമ്പോൾ ചിലരുണ്ടാവും നെഗറ്റീവ് മാത്രം പറയാനായിട്ട്, അല്ലേ? ഇതൊന്നും നടക്കാൻ പോണില്ല, ഇതൊക്കെ വിജയിക്കൂല, ഇതിപ്പം തന്നെ ഇവിടെ വീണു പോവും. കാരണം ലേഹോള പോലെയുള്ള ഒരു ഗ്യാസ് ഫിൽഡ് എയർ ബലൂണിൽ ആദ്യമായിട്ടാണ് ആളുകൾ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത്. അത് തുടങ്ങിയപ്പോൾ തന്നെ അവിടുന്ന് നെഗറ്റീവ് കമൻസും കേട്ടു. ചിലർ വളരെ സ്പെഷ്യലിസ്റ്റുകളാണെന്ന ഭാവത്തിൽ പറയുകയാണ്. അവരാ അപ്പുറത്തുള്ള ഫോർട്ടിഫിക്കേഷൻസ്, ആ ഉയർന്ന സ്തൂപങ്ങൾ, ബിൽഡിങ്ങിൻ്റെയൊക്കെ മുകളിലെത്തുമ്പോഴേക്കും ഇത് താഴേക്ക് തന്നെ വീഴും. അതിനേക്കാളും ഹൈറ്റിലൊന്നും ഇതിന് പോകാൻ പറ്റില്ല. Several other things have been criticized in this novel type of balloon with which we are about to experiment with so much pleasure and success. ഞങ്ങൾ ഒരുപാട് വിജയം പ്രതീക്ഷിച്ചും ഒരുപാട് സന്തോഷത്തോടും കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്, പരീക്ഷിക്കുന്നത്. പക്ഷേ ഒരുപാട് ക്രിറ്റിസിസം, ഒരുപാട് ആളുകളുടെ കുറ്റം പറച്ചിലുകൾ ഞങ്ങൾ അതിനെക്കുറിച്ച് കേട്ടു. Meanwhile, the balloon is growing slowly but surely. അതേസമയം ആളുകൾ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. ബലൂൺ ഇപ്പോൾ ഗ്യാസ് നിറഞ്ഞ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. While Captain Jarvis and his assistants are busy with the last details, the travelers go to dine in the canteen of the gas works according to the established custom. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസും അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസും ലാസ്റ്റ് മിനിറ്റിലുള്ള മിനുക്കുപണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേഹുള്ളയിൽ. ആ സമയം അതിൽ യാത്ര പോകാൻ ഉദ്ദേശിച്ചിരുന്ന ട്രാവലേഴ്സ് ക്യാൻറ്റീനിൽ പോയി ഭക്ഷണം കഴിക്കുകയാണ്. When we come out again, the balloon is swaying, enormous and transparent, and prodigious golden fruit, a fantastic pear which is still ripening, covered by the last rays of the setting sun. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വന്നപ്പോൾ ബലൂൺ എങ്ങനെയാണ് ഇപ്പോൾ? വളരെ വലുതാണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ബലൂൺ ഇങ്ങനെ വീർക്കുന്നതിനനുസരിച്ച് ട്രാൻസ്പെറൻ്റ് ആവുമല്ലോ, നമുക്ക് ഉള്ളിൽ കാണാൻ പറ്റും. അതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടാൽ ഇറ്റ്സ് ലൈക്ക് എ ഗോൾഡ് ഫ്രൂട്ട്, ഒരു ഗോൾഡൻ നിറത്തിലുള്ള ഒരു ഫ്രൂട്ട് പോലെ, വലിയൊരു പിയർ പോലെ. ആൻഡ് ദാറ്റ് പിയർ ഇസ് സ്റ്റിൽ റൈപ്പനിങ്, ഇനിയും പഴുക്കാനുണ്ട്, പഴുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെയുള്ളൊരു കളറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു യെല്ലോ ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയൊരു കേക്ക് പോലെയെന്ന്. അപ്പോൾ ആ യെല്ലോ കളറും കൂടി വന്നപ്പോൾ പിന്നെ അസ്തമയ സൂര്യൻ്റെ രശ്മികളും അതിന് ഓൾറെഡി ഉള്ള യെല്ലോ കളറും കൂടി വന്നപ്പോൾ ഒരു പഴുത്തുകൊണ്ടിരിക്കുന്ന ഒരു പിയർ ഫ്രൂട്ട് പോലെ തോന്നി. Now the basket is attached, the barometers are brought, the siren which we will blow to our heart's content is also brought. അപ്പോൾ ബാരോമീറ്റേഴ്സ് കൊണ്ടുവന്നു, ബാസ്ക്കറ്റ് ബലൂണുമായിട്ട് അറ്റാച്ച് ചെയ്തു, സൈറൻ മുഴങ്ങി. ആൾസോ ദ 2 ട്രംപറ്റും ഉണ്ട്, കാഹളങ്ങളുണ്ട് യാത്ര തുടങ്ങുമ്പോൾ മുഴക്കാനുള്ളത്. എല്ലാം കൊണ്ടുവന്ന് വെച്ചു. എല്ലാ അറേഞ്ച്മെൻറ്റ്സും റെഡിയായി. The eatables, the overcoats and raincoats, all the small articles that can go with the men in that flying basket. കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ,
ഓവർകോട്ടുകൾ, റെയിൻകോട്ട് എല്ലാം അതിൽ റെഡിയാക്കി വെച്ചു. ഞങ്ങൾ പറക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ കരുതേണ്ട എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും ഓർത്തെടുത്ത് റെഡിയാക്കി വെച്ചു. ക്യാപ്റ്റൻ ജോവിസ് ഇസ് നൗ റെഡി ആൻഡ് കോൾസ് ഓൾ ദ പാസഞ്ചേഴ്സ്. ക്യാപ്റ്റൻ ജോവിസ് റെഡിയായി ലേഹോർലയിൽ കയറാൻ പോകുന്ന പാസഞ്ചേഴ്സിനെയൊക്കെ വിളിച്ചു. Lieutenant Mallet jumps aboard, climbing first on the aerial net between the basket and the balloon, from which he will watch during the night the movements of Lehola across the skies, as the officer on watch, standing on starboard, watches the course of a ship. അപ്പോൾ ലഫ്റ്റനൻറ്റ് മാലറ്റ് ആദ്യം തന്നെ ബാസ്ക്കറ്റിൻ്റെയും ബലൂണിൻ്റെയും ഇടയിലുള്ള ആ ഒരു ഭാഗത്തേക്ക് കയറി. അവിടെ ഇരുന്നിട്ടാണ് അദ്ദേഹം രാത്രി സമയങ്ങളിലൊക്കെ ലേഹോർലയുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുക. എങ്ങനെയാണ്? ഒരു ഷിപ്പിൽ സ്റ്റാർ ബോർഡിലിരിക്കുന്ന ഓഫീസർ ഒരു ഷിപ്പിൻ്റെ മൂവ്മെൻ്റൊക്കെ വാച്ച് ചെയ്യുന്ന പോലെ. എം എറ്റിയൻ ബിയർ ഗെറ്റ്സ് ഇൻ ആഫ്റ്റർ ഹിം, ദെൻ കംസ് എം പോൾ ബെസൻറ്റ്, ദെൻ എം പാട്രിസ് ഐറിസ് ആൻഡ് ഐ ഗെറ്റ് ഇൻ ലാസ്റ്റ്. അപ്പോൾ യാത്രക്കാരാണ് എം എറ്റിയൻ ബിയർ. എം എന്ന് വെച്ചാൽ ദ ഇനീഷ്യൽ എം ബിഫോർ ദ നെയിം സ്റ്റാൻഡ്സ് ഫോർ മോൺഷ്യർ, എ ഫ്രഞ്ച് കർട്ടസി ടൈറ്റിൽ വിച്ച് ഈസ് ഇക്വലൻറ്റ് ടു ദ ഇംഗ്ലീഷ് മിസ്റ്റർ. ഇപ്പോൾ ഫ്രഞ്ചിൽ നമ്മൾ മിസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ എം ആർ എന്നിട്ടിട്ട്, അതേപോലെ ഫ്രഞ്ചിൽ മിസ്റ്ററിന് പകരം ഉപയോഗിക്കുന്ന ഒരു പദമാണ് മോൺഷ്യർ. അതിൻ്റെ ചുരുക്കമാണ് എം. അപ്പോൾ മറ്റ് യാത്രക്കാർ എം എറ്ററിൻ ബിയർഡാണ്, പിന്നെ എം പോൾ ബെസൻ, എം പാട്രിസ് ഐറിസ് ആൻഡ് മോപ്പസാൻ. ഇത്രയും ആളുകളാണ് അതിലുള്ള യാത്രക്കാർ. ബട്ട് ദ ബാസ്ക്കറ്റ് is too heavy for the balloon considering the long trip to be taken, and M. Iris has to get out, not without great regret. പക്ഷേ ഒരു പ്രശ്നമുണ്ടായി. അവരെല്ലാവരും കയറിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ദ ബാസ്ക്കറ്റ് ഈസ് ടു ഹെവി ഫോർ ദ ബലൂൺ. ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതാണ്. അപ്പോൾ അത്രയും വെയിറ്റൊക്കെ കൊണ്ട് ബലൂണിന് യാത്ര ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരാൾ അതിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. മോൺസിയർ ഐറിസ് അതിൽ നിന്ന് യാത്ര മതിയാക്കി, യാത്രയ്ക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങി. ബിക്കോസ് ഓഫ് ദിസ് വെയിറ്റ് പ്രോബ്ലം. എം ജോലിയറ്റ്, സ്റ്റാൻഡിങ് എറക്റ്റ് ഓൺ ദ എഡ്ജ് ഓഫ് ദ ബാസ്ക്കറ്റ്, begs the ladies in very gallant terms to stand aside a little, for he is afraid he might throw sand on their hats in rising. Then he commands, "Let it loose," and cutting with one stroke of his knife the ropes that hold the balloon to the ground, he gives Lehola its liberty. And finally what happens? Lehola is going to fly. എം ജോലിയറ്റ് ആ ബാസ്ക്കറ്റിൻ്റെ എഡ്ജിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അവിടെ ചുറ്റും കൂടി നിന്നിരുന്ന സ്ത്രീകളോടൊക്കെ പറഞ്ഞു, ഒന്ന് ദൂരെ നിൽക്കാൻ, ഒന്ന് മാറി നിൽക്കാൻ. കാരണം ബലൂൺ പറക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ തൊപ്പികളിലേക്കൊക്കെ മണൽ തെറിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് മാറി നിൽക്കും. അതിനുശേഷം ലെറ്റ് ഇറ്റ് ലൂസ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യിലുള്ള കത്തി കൊണ്ട് ആ ബലൂണിനെ ഗ്രൗണ്ടുമായി ബന്ധിപ്പിച്ചിരുന്ന ആ ഒരു റോപ്പ് കയറ് മുറിച്ചു മാറ്റി. അങ്ങനെ ലേഹോല പറക്കാൻ പോവുകയാണ്. ഇൻ 1 second വി ഫ്ലൈ സ്കൈവാർഡ്. ഒറ്റ സെക്കൻഡിനുള്ളിൽ ഞങ്ങൾ ആകാശത്തിന് നേരെ പറന്നു. നത്തിങ് ക്യാൻ ബി ഹേർഡ്. വി ഫ്ലോട്ട്, വി റൈസ്, വി ഫ്ലൈ, വി ഗ്ലൈഡ്. പിന്നെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിങ്ങനെ ഫ്ലോട്ട് ചെയ്തു, പൊങ്ങി ഇങ്ങനെ നിന്നു, ഞങ്ങൾ ഉയർന്നു, ഞങ്ങൾ പറന്നു, ഞങ്ങൾ ഗ്ലൈഡ് ചെയ്തു. Our friends shout with glee and applaud, but we hardly hear them, we hardly see them. താഴെ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ സന്തോഷം കൊണ്ട് ഒച്ച വെക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് അവരെ കേൾക്കാൻ പറ്റുന്നില്ല, അവരെ കാണാൻ പറ്റുന്നില്ല. We are already so far, so high. ഞങ്ങൾ ഒരുപാട് ദൂരെ എത്തിയിട്ടുണ്ട്. What? Are we really leaving these people down there? പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു പേടിയുണ്ട്. ശരിക്കും താഴെയുള്ള ഈ ആളുകളെയൊക്കെ വിട്ടിട്ട് പോവുകയാണോ ഞങ്ങൾ? ഇനിയൊരു കംബാക്ക് ഇല്ലേ? ഇസ് ഇറ്റ് പോസിബിൾ? അത് നടക്കുമോ? പാരീസ് സ്പ്രെഡ്സ് ഔട്ട് ബിനീത്ത് us, a dark bluish patch cut by its streets, from which rise here and there domes, towers, steeples. Then around it the plain, the country traversed by long roads, thin and white, amidst green fields of a tender or dark green, and woods almost black. Now he explains what he can see from the height.
ആ ഹൈറ്റിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ പാരീസ് എങ്ങനെയാണ് എന്നതാണ് ഇനി അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു തവണ എക്സാമിന് ചോദിച്ചൊരു ഭാഗമാണിത്. എങ്ങനെയാണ് പാരീസ് മുകളിൽ നിന്ന് നോക്കിയപ്പോൾ അവർക്ക് തോന്നിയത് എന്നുള്ളത്. അപ്പോൾ അവർക്കെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഒരു ബ്ലൂയിഷ് കളറിലാണ് കാണാൻ പറ്റുന്നത്. റോഡുകളും സ്ട്രീറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെ അവർ കണ്ടു. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ദേ ഹാവ് സ്റ്റാർട്ടഡ് ദ ജേർണി. എപ്പോഴാണ് അവർ യാത്ര തുടങ്ങിയത്? ഒരു 5 മണി 6 മണി സമയത്താണല്ലേ. അതുകൊണ്ട് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഒരു ബ്ലാക്ക് കളറിലാണ് പിന്നീട് അവർക്ക് മരങ്ങളും കാടുകളും ഒക്കെ കാണാൻ തുടങ്ങിയത്. The sun which we could no longer see down below now reappears. താഴെ അവർക്ക് കാണാൻ പറ്റാതിരുന്ന സൂര്യൻ ഇപ്പോൾ മുകളിലെത്തിയപ്പോൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. In fact, we can see whether we are rising or sinking only by throwing a cigarette paper out of the basket now and then. If this paper appears to fall down like a stone, it means that the balloon is rising. If it appears to shoot skyward, the balloon is descending. അവർ പറന്നതിന് ശേഷം മുകളിലേക്കാണോ പോകുന്നത് താഴേക്കാണോ വരുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. എന്താണ്? അവർ ഇടയ്ക്കിടയ്ക്ക് സിഗരറ്റ് പേപ്പേഴ്സ് ഇതിൽ നിന്ന് താഴേക്ക് ഈ എറിയുന്ന പേപ്പർ മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ ഡിസെൻഡിങ്. അവർ താഴേക്കാണ് പോകുന്നത്, ബലൂൺ താഴേക്കാണ് പോകുന്നത്. ഇനി പേപ്പർ താഴേക്കാണ് പോകുന്നതെങ്കിലോ ബലൂൺ മുകളിലേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാവും. The two barometers mark about 500 meters, and we gaze with enthusiastic admiration at the earth we are leaving and to which we are not attached in any way. It looks like a colored map, an immense plan of the country. All its noises, however, rise to our ears very distinctly, easily recognizable. We hear the sound of the wheels rolling in the streets, the snap of a whip, the cries of drivers, the rolling and whistling of trains, and the laughter of small boys running after one another. Every time we pass over a village, the noise of children's voices is heard above the rest and with the greatest distinctness. അപ്പോൾ എന്തൊരു രസമുള്ളൊരു യാത്രയാണ് അവർ പോകുന്നത് അല്ലേ. നമ്മളിപ്പോൾ വിമാനത്തിലൊക്കെ പോയിട്ട് നമുക്ക് പറക്കാൻ പറ്റും, പക്ഷേ ഇത്രയും ഹാപ്പി ആയിരിക്കുമോ, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കുമോ ആ ജേണി? ഒരിക്കലും ഇല്ല അല്ലേ. ഇവരിങ്ങനെ ചുറ്റുഭാഗവും തുറന്നിട്ടിട്ടുള്ള ഒരു ബാസ്ക്കറ്റിലാണ് പോകുന്നത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. വളരെ മനോഹരമായൊരു യാത്രയാണ്. ഇപ്പോൾ ബാരോമീറ്ററിൽ ഇപ്പോൾ ഹൈറ്റ് 500 മീറ്റേഴ്സാണ്. അപ്പോഴും അവർക്ക് താഴെയുള്ള ശബ്ദങ്ങളൊക്കെ കേൾക്കാം. അവർ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് വളരെ ആശ്ചര്യത്തോടെ താഴെയുള്ള ഭൂമിയെ നോക്കുകയാണ്. ഈ ഭൂമി വിട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ ആ ഭൂമി അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇറ്റ് ഈസ് ലൈക്ക് എ കളേർഡ് മാപ്പ്. ഒരു മാപ്പ് പോലെ, നല്ല കളർഫുള്ളായിട്ടുള്ള ഒരു മാപ്പ് പോലെ, അല്ലെങ്കിൽ ആ സ്ഥലത്തിൻ്റെ ഒരു വളരെ വലിയൊരു പ്ലാൻ പോലെയൊക്കെയാണ് തോന്നുന്നത്. അതായത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഓരോ സംഭവങ്ങളും ഈച്ച് ആൻഡ് എവറിത്തിങ് ഈസ് നോട്ട് ക്ലിയർ. ഒരു മാപ്പ് പോലെ കാണുന്നുള്ളൂ. പക്ഷേ ദേ ക്യാൻ ഹിയർ എവറി നോയ്സസ് വെരി ക്ലിയർലി. അവർക്ക് ഓരോ ശബ്ദവും വളരെ ഡിസ്റ്റിങ്ക്റ്റായിട്ട്, വ്യക്തമായിട്ട്, വളരെ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെ ശബ്ദമാണ് കേൾക്കുന്നത് എന്നും ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അല്ലേ. ചക്രങ്ങൾ ഉരുളുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്, പിന്നെ ഡ്രൈവേഴ്സിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ട്രെയിനിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ചെറിയ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട്. ഓരോ തവണ ഓരോ വില്ലേജ് കടന്നു പോകുമ്പോഴും അവർ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് കുട്ടികളുടെ ശബ്ദമാണ്. വളരെ കൃത്യമായിട്ട്, ക്ലിയറായിട്ട്, ബാക്കി എല്ലാ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ കുട്ടികളുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. The view is superb. It is dark on the earth, but we are still in the light. And it is now past 10 o'clock. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞു. ഭൂമിയിൽ ഇപ്പോൾ കൂരിരുട്ടാണല്ലേ. പക്ഷേ അവർക്ക് എങ്ങനെയാണ്? They are still in the light. അവർ ഇപ്പോഴും വെളിച്ചത്തിലാണ്. Now we begin to hear slight country noises, the double cry of the quail in particular, then the mewing of cats and the barking of dogs. Surely the dogs have scented the balloon. They have seen it and have given the alarm. അപ്പോൾ ഇനിയും മുകളിൽ നിന്നും താഴേക്ക് നോക്കുമ്പോൾ ദ വ്യൂ ഈസ് സൂപ്പർബ്. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. ആൻഡ് ഇപ്പോൾ അവർക്ക് ചെറിയ ചെറിയ ശബ്ദങ്ങൾ വീണ്ടും കേൾക്കാൻ തുടങ്ങുന്നുണ്ട്.
കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ക്യാറ്റിൻ്റെ കരച്ചിൽ കേൾക്കുന്നുണ്ട്, നായ്ക്കളുടെ കുരക്കൽ കേൾക്കുന്നുണ്ട്. അപ്പം ഇവർക്ക് ഉറപ്പാണ് എന്തായാലും ഈ ബലൂണിൻ്റെ സ്മെല്ല് കിട്ടിയിട്ടുണ്ടാവും ഡോഗ്സിന്. അതുകൊണ്ട് തന്നെ ഇത് ബലൂണാണെന്നൊന്നും അവർക്കറിയില്ലല്ലോ. അവരെന്തോ വലിയ ബീസ്റ്റാണെന്ന് കരുതിയിട്ട് ചുറ്റുമുള്ളവർക്ക് ഒരു അലാം കൊടുക്കുന്നുണ്ട്, അവരോട് ജാഗ്രത പാലിക്കാൻ പറയുന്നുണ്ട് ഡോഗ്സ്. We can hear them barking all over the plain and making the identical noise they make when baying at the moon. The cows also seem to wake up in the barns, for we can hear them lowing. All the beasts are scared and moved before the aerial monster that is passing. നമ്മൾ പറയാറുണ്ട് പൊതുവേ എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തമൊക്കെ വരുമ്പോൾ അത് ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത് മൃഗങ്ങളാണെന്ന്, അല്ലേ? അതേപോലെ തന്നെ ഇവിടെ ഈ ബലൂണ് പോകുന്നത് കാണുന്നതും കേൾക്കുന്നതും അതിനെക്കുറിച്ച് ജാഗരൂകരായിട്ടിരിക്കുന്നതും മൃഗങ്ങളാണ്. എല്ലാവരും എണീറ്റു. നായ്ക്കൾ എണീറ്റിട്ട് കരയാൻ തുടങ്ങി, പശുക്കൾ എണീറ്റിട്ട് ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. ഇവർക്ക് ഇതൊരു ഏരിയൽ മോൺസ്റ്ററാണ്, ആകാശത്തൂടെ പറന്നു പോകുന്ന ഒരു ഭീകരജീവിയായിട്ടാണ് തോന്നിയത്. അപ്പോൾ ചുറ്റുമുള്ളവരോടൊക്കെ അതിൻ്റെ ഒരു നിർദ്ദേശം കൊടുക്കുകയാണ് ഈ മൃഗങ്ങൾ. The delicious odors of the soil rise towards us, the smell of hay, of flowers, of the moist, verdant earth perfuming the air. ഇനി വളരെ സ്വീറ്റായിട്ടുള്ള മണങ്ങൾ വരുന്നുണ്ട് താഴെ നിന്ന്. എന്തിൻ്റെയൊക്കെ മണങ്ങളാണ്? മണ്ണിൻ്റെ മണം, വൈക്കോലിൻ്റെ മണം, ഫ്ലവേഴ്സിൻ്റെ, മഞ്ഞിൻ്റെ, ഇതെല്ലാം കൂടി ഈ അന്തരീക്ഷത്തെ പെർഫ്യൂം ചെയ്യാണ്, സുഗന്ധപൂരിതമാക്കുകയാണ്. At times we rise and then descend. Every few minutes, Lieutenant Mallet, suspended in her scope web of netting, says to Captain Jarvis, "We are descending, throw down half a handful." And the captain, who is talking and laughing with us with a bag of ballast between his legs, takes a handful of sand out of the bag and throws it overboard. അപ്പോൾ ഇവരിങ്ങനെ താഴ്ന്നും പൊങ്ങിയൊക്കെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മിനിറ്റുകൾ കഴിയുമ്പോൾ ലെഫ്റ്റനൻറ്റ് മാലറ്റ് ക്യാപ്റ്റൻ ജോവിസിനോട് പറയും, നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ബാലസ്റ്റ്, ആ സാൻഡ് കുറച്ച് താഴേക്ക് എറിയും. അപ്പോൾ ക്യാപ്റ്റൻ ജോവിസ് കൂടെയുള്ള യാത്രക്കാരോടൊക്കെ വളരെ ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് അദ്ദേഹം കൃത്യനിർവഹണത്തിലും യാതൊരു വീഴ്ചയും വരുത്തിയില്ല. മാലറ്റ് പറയുമ്പോഴൊക്കെ അദ്ദേഹം ഈ സാൻഡ് താഴേക്ക് എറിയും. Nothing is more amusing, more delicate, more interesting than the maneuvering of a balloon. It is an enormous toy, free and docile, which obeys with surprising sensitiveness. But it is also, and before all, the slave of the wind, which we cannot control. ഇനി ഇദ്ദേഹം പറയുന്നത്, ഒരു ബലൂണിനെ ഹാൻഡിൽ ചെയ്യുക, അതിനെ നമ്മുടെ ഇഷ്ടത്തിന് മൂവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതിൻ്റെ അത്ര അമ്യൂസിങ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ജോലിയില്ല. ബലൂൺ എന്ന് പറയുന്നത് വലിയൊരു ടോയാണ്, കളിപ്പാട്ടമാണ്. പക്ഷേ അത് നമ്മുടെ നമ്മൾ പറയുന്നതിനനുസരിച്ച് നടക്കാൻ പോകുന്നില്ല, അല്ലേ? അത് എന്തിൻ്റെ സ്ലേവാണ്? ഇറ്റ് ഈസ് എ സ്ലേവ് ഓഫ് വിൻഡ്. കാറ്റിൻ്റെ അടിമയാണ്. കാറ്റൊരു വശത്തേക്ക് പോയാൽ ആ വശത്തേക്ക് ബലൂൺ മൂവ് ചെയ്യുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോവാമെന്ന് പറയാൻ പറ്റില്ല. ഇറ്റ് ഈസ് എ സ്ലേവ് ഓഫ് വിൻഡ്. ഇറ്റ് ഒബേസ് എവറിത്തിങ് ദാറ്റ് ദ വിൻഡ് സെസ്. അല്ലേ? കാറ്റ് പറയുന്ന എല്ലാം ഈ ബലൂൺ അനുസരിക്കും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല. പടിഞ്ഞാറോട്ട് വീശുന്ന കാറ്റിനെ നമുക്ക് പിടിച്ചെടുത്തിട്ട് കിഴക്കോട്ടാക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? എ പിഞ്ച് ഓഫ് സാൻഡ്, half a sheet of paper, 1 or 2 drops of water, the bones of a chicken which we have just eaten, thrown overboard, makes it go up quickly. അപ്പം മുകളിലേക്ക് പോകാൻ വേണ്ടി ഇവരെന്താ ചെയ്യണത്? കുറച്ച് മണലെടുത്തിട്ട് താഴേക്കിടും, അല്ലെങ്കിൽ കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടിടും, അല്ലെങ്കിലോ കുറച്ച് വെള്ളം, അല്ലെങ്കിൽ അവർ കഴിച്ച ചിക്കൻ്റെ എല്ല്, ഇതൊക്കെ താഴേക്കിടും. അതിനനുസരിച്ച് ബലൂൺ മുകളിലേക്ക് പൊങ്ങുകയും ചെയ്യും. The earth sleeps now, or rather men sleep on the earth, for the beasts awakened by the sight of a balloon announce our approach everywhere. താഴെ ഭൂമി ഉറങ്ങുകയാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഭൂമിയിലുള്ള ആളുകൾ ഉറങ്ങുകയാണ്. പക്ഷേ മൃഗങ്ങളൊക്കെ എണീറ്റ് നിൽക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ബലൂൺ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെൻ്റ് അല്ല, ഒരു വെഹിക്കിളൊന്നുമല്ല, അതൊരു മോൺസ്റ്ററാണ്. അപ്പോൾ അതിൻ്റെ വരവിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. മൃഗങ്ങൾ ആരും ഉറങ്ങുന്നില്ല. A strong and continuous odor of gas can be plainly observed. We must have encountered a current of warm air, and the balloon expands, losing its invisible blood by the escape valve.
പെട്ടെന്ന് ഓഡർ ഹിയർ മീൻസ് സ്മെല്ലാണ് കേട്ടോ. പെട്ടെന്ന് ഒരു നല്ല ഗ്യാസിൻ്റെ മണം വന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത്? അന്തരീക്ഷത്തിൽ ഒരു നല്ല വാം എയറുള്ള ചൂടുള്ള വായുള്ളൊരു ഭാഗത്തൂടെ അവർ കടന്നുപോയി കാണണം. ആ സമയത്ത് ബലൂൺ ഒന്നുകൂടി എക്സ്പാൻഡ് ചെയ്യും, ഒന്നുകൂടി വലുതാകും. എന്നിട്ട് അതിൻ്റെ ഇൻവിസിബിൾ ബ്ലഡ് എന്ന് പറയുന്നത് എന്താണ്? കാണാൻ പറ്റാത്ത ബ്ലഡ് ബലൂണിൻ്റെ. ഒബ്വിയസ്ലി ഇറ്റ് ഈസ് ദ ഗ്യാസ് അല്ലേ? ആ ഗ്യാസ് എസ്കേപ്പ് വാൽവിലൂടെ കുറച്ച് പുറത്തേക്ക് പോയതാണ്. അതാണ് ആ മണം വന്നത്. വി ആർ റൈസിങ്. The earth no longer gives back the echo of our trumpets. We have risen almost 2000 feet. ഞങ്ങൾ വീണ്ടും ഉയരുകയാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഈ കാഹളം മുഴക്കുമ്പോൾ അതിൻ്റെ എക്കോ ഭൂമിയിൽ നിന്ന് കിട്ടുന്നില്ല. ഞങ്ങളിപ്പോൾ ഏകദേശം 2000 ഫീറ്റ് 2000 അടി ഉയരത്തിലാണ്. ഇറ്റ് ഈസ് നോട്ട് ലൈറ്റ് ഇനഫ് ഫോർ us to consult the instruments. ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നോക്കിയിട്ട് അതിനുള്ള വെളിച്ചമൊന്നും ഇപ്പോൾ ഇല്ല. We only know that the rice paper falls from us like dead butterflies, that we are rising, always rising. ഞങ്ങൾ ആ പേപ്പേഴ്സ് താഴേക്ക് ഇടുമ്പോൾ അത് ഡെഡ് ബട്ടർഫ്ലൈസ് പോലെ, ചത്ത പൂമ്പാറ്റകളെ പോലെ, ശലഭങ്ങളെ പോലെ താഴേക്ക് പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് വി ആർ റൈസിങ്. ഞങ്ങൾ മുകളിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. വി ക്യാൻ നോ ലോങ്കർ സീ ദ എർത്ത്. എ ലൈറ്റ് മിസ്റ്റ് സെപ്പറേറ്റ്സ് us ഫ്രം ഇറ്റ്. ഞങ്ങൾക്കിപ്പോൾ ഭൂമി കാണാനേ പറ്റുന്നില്ല. ചെറിയൊരു മഞ്ഞിൻ്റെ മൂടുപടലം കൊണ്ട് ഭൂമിയെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുകയാണ്. ആൻഡ് എബവ് അവർ ഹെഡ് ട്വിങ്കിൾസ് എ വേൾഡ് ഓഫ് സ്റ്റാർസ്. ഞങ്ങൾക്ക് മുകളിൽ എന്താണ്? നക്ഷത്രത്തിൻ്റെ ഒരു ലോകമാണ്. ക്യാൻ യു ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ വിൽ ബി ദ സൈറ്റ് അല്ലേ? നമ്മളൊരു സ്ഥലത്തൊരു പ്രത്യേക സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞിൻ്റെ കണിക, ഭൂമി ഒന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് മാത്രം. എന്ത് ഭാഗ്യവാന്മാരാണ് ഇതിൽ യാത്ര ചെയ്ത ആളുകൾ. ഡു യു തിങ്ക് സോ? എ സിൽവറി ലൈറ്റ് appears before us and makes the sky turn pale, and suddenly, as if it is rising from unknown depth, behind the horizon below us rises the moon on the edge of a cloud. It seems to be coming from below, while we are looking down upon it from a great height, leaning on the edge of our basket like an audience on a balcony. Clear and round, it emerges from the clouds and slowly rises in the sky. So this is the most beautiful sight എന്ന് I believe. ഇവർ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ചയായിരിക്കും ഇത്. എന്താണ്? പെട്ടെന്ന് ആകാശത്ത് ഒരു ലൈറ്റ്, ഒരു പെയിൽ കളറിൽ ഒരു സിൽവറി ലൈറ്റ് വന്നു. ആകാശം മൊത്തം ഒരു മങ്ങിയ നിറമായി. അപ്പോൾ എന്താണ്? ഏതോ അഗാധതയിൽ നിന്ന്, നമുക്ക് അപ്പുറത്തുള്ള ചക്രവാളത്തിൽ നിന്ന് റൈസസ് ദ മൂൺ, ചന്ദ്രൻ ഉദിച്ചു വരികയാണ്. അത് വളരെ മനോഹരമായൊരു കാഴ്ചയായിരിക്കും അല്ലേ? ഇപ്പോൾ ഞങ്ങളെല്ലാവരും ആ ഹൈറ്റിൽ നിന്ന് താഴേക്ക്, ആ ബാസ്ക്കറ്റിൻ്റെ എഡ്ജിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ഏതുപോലെ എന്നാണ് പറയുന്നത്? ഓഡിയൻസ് ഓൺ എ ബാൽക്കണി. എന്തെങ്കിലും ഒരു ഷോ കാണാൻ ഒരു തിയേറ്ററിൽ നിൽക്കുന്ന ഓഡിയൻസ് ഒരു ബാൽക്കണിയിൽ നിന്ന് ഏന്തി വലിഞ്ഞ് നോക്കുന്ന പോലെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ആ ഒരു കാരിയറിൽ നിന്ന്, ബാസ്ക്കറ്റിൽ നിന്ന് ഏന്തി വലിഞ്ഞ് നോക്കുകയാണ് ചന്ദ്രനെ. ക്ലിയർ ആൻഡ് റൗണ്ട് ഇറ്റ് എമർജസ് ഫ്രം ദ ക്ലൗഡ്സ് ആൻഡ് സ്ലോലി റൈസസ് ഇൻ ദ സ്കൈ. മേഘങ്ങളുടെ ഇടയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് റൗണ്ട് ഷേപ്പിൽ ചന്ദ്രൻ ഉദിച്ചുയർന്നു. ദ earth no longer seems to exist. It is buried in milky vapors that resemble a sea. We are now alone in space with the moon, which looks like another balloon traveling opposite us. ഇപ്പോൾ ഭൂമി അവിടെ ഉണ്ട് എന്ന് പോലും തോന്നുന്നില്ല. ഒരു മിൽക്കി വാപ്പർ ഉണ്ട്, ഒരു കടൽ പോലെ, ഒരു മിൽക്കി കളറിൽ ഒരു അന്തരീക്ഷത്തിലൊരു പാളിയുണ്ട്, ഒരു വാപ്പർ പാളി. അതിൻ്റെ താഴെയാണ് ഭൂമി. അതിൻ്റെ താഴെ ഭൂമി ഉണ്ട് എന്ന് പോലും ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ സ്പേസിൽ ഞങ്ങളും ചന്ദ്രനും മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ചന്ദ്രനെ കണ്ടാൽ എന്താ തോന്നുക? അനദർ ബലൂൺ. ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യുന്നത് പോലെയുള്ള മറ്റൊരു ബലൂണാണെന്നേ തോന്നുള്ളൂ. ഞങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് അത് ഞങ്ങളോട് കൂടെ മൂവ് ചെയ്യുന്നു എന്ന് മാത്രമേ തോന്നുള്ളൂ. ആൻഡ് our balloon which shines in the air appears like another larger moon, a world wandering in the sky amid the stars through infinity. അനന്തതയിലൂടെ യാത്ര പോകുന്ന മറ്റൊരു മൂണാണ് എന്നേ ഞങ്ങളുടെ ബലൂണിനെ കണ്ടാലും തോന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. വി നോ ലോങ്കർ സ്പീക്ക്,
think nor live. We float along through space in delicious inertia. ഞങ്ങളൊരു വളരെ അതിമനോഹരമായ ഒരു മയക്കത്തിലാണിപ്പോൾ. ഞങ്ങളാരും സംസാരിക്കുന്നില്ല, ഞങ്ങളാരും ഒന്നും ചിന്തിക്കുന്നില്ല. എന്തിന്, ഞങ്ങളിപ്പോൾ ജീവിക്കുന്നുണ്ടെന്ന് പോലും തോന്നുന്നില്ല. അങ്ങനെ ഒരു വളരെ മനോഹരമായ എൻജോയ് ചെയ്യുന്ന ഒരു ഇനേർഷ്യയിലാണ്, ഒരു മയക്കത്തിലാണ് ഞങ്ങളെല്ലാവരും. We have become something indescribable, birds who do not even have to flap their wings. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് വിവരിക്കാൻ പോലും പറ്റുന്നില്ല. We are just like birds that do not have to flap their wings. പക്ഷികളെ പോലെയാണ് ഞങ്ങളിപ്പോൾ. എങ്ങനെയുള്ള പക്ഷികൾ? പറക്കാൻ ചിറകടിക്കുക പോലും വേണ്ടാത്ത, വെറുതെ ഇങ്ങനെ നിന്ന് കൊടുത്താൽ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു പോകുന്ന പക്ഷികളെ പോലെയാണ് ഞങ്ങളിപ്പോൾ. വേറെ ഒന്നിനെക്കുറിച്ചും ഞങ്ങൾ ചിന്തിക്കുന്നില്ല, ഒന്നിനെക്കുറിച്ചും സംസാരിക്കുന്നില്ല. എന്തിന്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുപോലും ഞങ്ങൾക്കിപ്പോൾ ഓർമ്മയില്ല. All memory has disappeared from our minds, all trouble from our thoughts. We have no more regrets, plans, nor hopes. കുറച്ചും കൂടി ഒരു ആത്മീയ തലത്തിലേക്ക് എത്തിയ പോലെയാണ് ഇപ്പോൾ അല്ലേ? ഞങ്ങളുടെ എല്ലാ ഓർമ്മകളും ഇപ്പോൾ ഇല്ലാതായി. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ചിന്തകളിൽ നിന്നിപ്പോൾ പോയി മറഞ്ഞു. ഞങ്ങൾക്കിനി ഒന്നിനെക്കുറിച്ചും പശ്ചാത്താപമില്ല, ഫ്യൂച്ചറിനെ കുറിച്ചൊരു പ്ലാനുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. വി ലുക്ക്, വി ഫീൽ, വി വൈൽഡ്ലി എൻജോയ് ദിസ് ഫണ്ടാസ്റ്റിക് ജേർണി. ഞങ്ങളുടെ മുന്നിൽ ഇപ്പോൾ എന്തു മാത്രമേ ഉള്ളൂ? ഈ ഒരു ഫണ്ടാസ്റ്റിക് ആയിട്ടുള്ള, അതിമനോഹരമായിട്ടുള്ള, അത്ഭുതകരമായ ഈ യാത്ര മാത്രമേ ഉള്ളൂ. ഞങ്ങളത് നോക്കുന്നു, ഞങ്ങളത് ആസ്വദിക്കുന്നു, അതുമാത്രമേ ഞങ്ങളുടെ മുന്നിലുള്ളൂ. നത്തിങ് ഇൻ ദ സ്കൈ ബട്ട് ദ മൂൺ ആൻഡ് ourselves. ആകാശത്ത് ഞങ്ങളും ഈ ചന്ദ്രനും മാത്രമേ ഉള്ളൂ. വി ആർ എ വാണ്ടറിങ് ട്രാവലിംഗ് വേൾഡ് ലൈക്ക് our sisters the planets. മറ്റ് ഗ്രഹങ്ങൾ പോലെ ഇങ്ങനെ വാണ്ടർ ചെയ്യുന്ന, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, മൂവ് ചെയ്യുന്ന, യാത്ര ചെയ്യുന്ന ഒരു പ്ലാനറ്റ് മാത്രമാണ്, ഒരു ഗ്രഹം മാത്രമാണ് ഞങ്ങൾ. ആൻഡ് ദിസ് ലിറ്റിൽ വേൾഡ് ക്യാരീസ് 5 men who have left the earth and who have almost forgotten it. ഈ ഭൂമിയിൽ, ഈ ഒരു ഗ്രഹത്തിൽ, ഈ പുതിയ പ്ലാനറ്റിൽ ആരാണുള്ളത്? 5 പേർ. അവർ എങ്ങനെയുള്ളവരാണ്? ഭൂമി വിട്ടു വന്നവരാണ്. ഭൂമി വിട്ടു വരിക മാത്രമല്ല, ഭൂമിയെക്കുറിച്ച് മറന്നു പോവുകയും ചെയ്യും. അങ്ങനെയുള്ള 5 പേരാണ് ഇതിലിപ്പോൾ യാത്ര ചെയ്യുന്നത്. ദ ബാരോമീറ്റേഴ്സ് മാർക്ക് 1200 meters, then 13, 14, 1500. ആൻഡ് ദ ലിറ്റിൽ റൈസ് പേപ്പേഴ്സ് സ്റ്റിൽ ഫോൾ അബൌട്ട് us. അപ്പോൾ അവർ ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാരോമീറ്ററിൽ ഇപ്പോൾ 1200 ആയി, അത് 1300 ആയി, 1400 ആയി, 1500 ആയി. എന്നാലും റൈസ് പേപ്പർ താഴേക്കിടുമ്പോൾ അത് താഴോട്ട് തന്നെ പോകുന്നു. ദാറ്റ് മീൻസ് അതിനും മുകളിലേക്ക് അവർ പറന്നുകൊണ്ടേയിരിക്കുകയാണ്.